തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തളിപ്പറമ്പ് സ്റ്റേഷനിൽ പോയത് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിരുന്നേ. അപ്പോൾ ഫിഷ് കുട്ടികളെ വാങ്ങിയത് ചത്തുപോയിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ റെസ്പോൺസ് ഇല്ലാതായപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയതാണ്. ഹായ് ചങ്ങായിമാരെ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മീനിൻ്റെ കുളത്തിലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, മീൻ ചത്തുപോയതിൻ്റെയൊക്കെ കരിമീൻ. അപ്പോൾ അവർ വിളിച്ചിട്ടൊന്നും റെസ്പോൺസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റിൻ്റെ ഇതിൽ അവർ മീനിനെ പൈസ തരാൻ പറ്റില്ല, മീനിനെ രണ്ടാമതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ട് അവരെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചു, കോൾ എടുക്കുന്നില്ല. ഇന്നിപ്പോൾ അവർ വിളിച്ചെടുത്തിട്ട് നാളെ ഡെലിവറി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അവരെ പോലെയുള്ള ആൾക്കാർക്ക് 200 മീൻ ചത്ത് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിരങ്ങളുള്ള പൈസയൊന്നും അവർക്കൊരു വിലയല്ല. അവർക്ക് വലിയ പൈസനെ കൊണ്ട് കളിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്, തുടക്കക്കാർക്ക്, സാധാരണക്കാർക്ക് ആ ഒരു 200 മീൻ എന്ന് പറയുന്ന വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചിട്ട് ഒരാഴ്ചയായിട്ട് റെസ്പോൺസ് ഇല്ലാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസുകാരൻ പറഞ്ഞത് അവരെ ഭാഗത്ത് ഇനി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കൺസ്യൂമർ കോർട്ടിൽ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നിൻ്റെ കയ്യിൽ തെളിവൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ എന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. അത് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നാളത്തേക്ക് ഫിഷിനെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ രാത്രിയാണ് അവർ ഡെലിവറിയുടെ എത്തൽ. അവരെ വണ്ടി എത്തുന്നത് ഈ ടൈമിൽ രാത്രി ഒരു 11 മണി 12 മണിക്കൊക്കെയാണ്. അപ്പം നാളെ നോക്കാം ആ സമയത്ത്. ഇല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് പോയിട്ട് കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം.